ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുട്ടി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് 26 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് പാർട്ടിലേക്കുള്ള പീസാണ്. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സെയിം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ രണ്ടായി മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പൺ സൈഡാണ് കാണിക്കുന്നത്. ഓപ്പൺ സൈഡിൽ ഒരു 3 ഇഞ്ച് നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു ആം ഹോളാണ് കേട്ടോ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ആം ഹോളിൻ്റെ സൈഡാണിത്. ഓപ്പൺ സൈഡിലാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിനി ഇത് അടിച്ചെടുക്കാനായിട്ട് ക്രോസ് പീസ് ആവശ്യമുണ്ട്. 4 സൈഡും അടിക്കാനുള്ള ക്രോസ് പീസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ നമ്മളൊരു ഡോറിയാണ് വെച്ച് കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന മാതിരി മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു ഡോറി വെച്ച് കൊടുക്കുകയാണ്. അതിനുള്ള പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഫ്രണ്ടിൽ ബാക്കിൽ പാർട്ടിൽ ആം ഹോള് സെയിം ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ബാക്ക് പാർട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡോറി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നും കൂടെ മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്യാപ്പിലൂടെ ഡോറി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കി കൊടുക്കണം കേട്ടോ ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ അതിനുള്ളിൽ ഇടാനുള്ള ഡോറിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വശത്ത് വെച്ച് ആദ്യം ഒരു 1/4 ഇഞ്ചിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം റോങ് സൈഡ് നമുക്ക് മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും, നല്ല നീറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സൈഡ് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഫ്രോക്കിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിൽ ഞാനിവിടെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. ഒരു കുട്ടി ഫ്രോക്കാണ്. നല്ല രസമുണ്ടാകും കുട്ടികൾക്കൊക്കെ ഇതിട്ട് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു ഹേർട്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അത് കാണുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.